ഷെയ്ഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. മനുഷ്യ, നിങ്ങൾക്ക് വല്ല നിഅമത്തും ലഭിച്ചിട്ടുണ്ടോ? എല്ലാം അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ്. അതേ സമയത്ത് ഇവിടെ ശരിക്കും പച്ചയായ നിഷേധമാണ്. എനിക്കെല്ലാ സൗകര്യങ്ങളും തന്നത്, എന്നെ നിയന്ത്രിച്ചത് ജീവിതകാലത്ത് ആ മനുഷ്യനായിരുന്നുവെങ്കിൽ മരിച്ചുപോയിട്ടും എന്നെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നിയന്ത്രിക്കാൻ കഴിയാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. രോഗം ബാധിച്ചിട്ടുണ്ട്. പല പ്രയാസങ്ങൾ ആ മനുഷ്യൻ വാർദ്ധക്യകാലത്ത് വടിപിടിച്ച് നടന്നിട്ടുണ്ട്. എത്രത്തോളം കണ്ണിനെ വരെ അസുഖം ബാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ. തന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചാണല്ലോ അവർ പറയുന്നത് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, സ്വന്തത്തിന് ഒരു മകൻ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് സഹോദരങ്ങളെ, ഈ മനുഷ്യനാണ് എനിക്ക് എല്ലാ നിയന്ത്രണങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി തരുന്നത്. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? സ്വാഭാവികമായും ഇവരുടെ അനുയായികൾ എന്ത് വിശ്വസിക്കുന്നു, ഇവരുടെ അനുയായികൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് പഠിക്കുന്നു? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് അവർ ശ്രദ്ധിക്കുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹുവിന്റെ അടുത്താണ് സകല നിയന്ത്രണങ്ങളും ആധിപത്യങ്ങളും ഉള്ളത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹയാണ്. ഖുർആൻ. അതേ സമയത്ത് പുരോഹിതന്മാർ, വിവരമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരാണ്.